മക്കളുടെ കഴിവനുസരിച്ച് നമ്മൾ അവരെ വളർത്തുന്നില്ല. സ്കൂളുകൾ പോലും പലപ്പോഴും കുട്ടികളുടെ സമയം വേസ്റ്റാക്കാൻ. ഈ അടുത്തൊരു കോട്ടയം ജില്ലയിൽ ഒരു സ്കൂളിൽ എന്നോട് ചോദിച്ചു, സ്കൂളിൽ നമ്മൾ എന്താ തിരുത്തേണ്ടത്? നമ്മൾ ആദ്യം നിങ്ങൾ കുട്ടികളെ സമയം വേസ്റ്റാക്കുന്ന തിരുത്തുക. അവർ ചോദിച്ചു എന്താ കാര്യം? ഞാൻ പറഞ്ഞു 10th പാസ്സാകാൻ കുട്ടിക്ക് ശരിക്കും 15 വയസ്സാകേണ്ട കാര്യമുണ്ടോ? ശശി തരൂരിന് 22 വയസ്സിൽ 2 MA ഒരു PhD ഉണ്ട്. അപ്പോൾ കഴിവുള്ളൊരു കുട്ടിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സമയപരിമിതിയുണ്ട്. ഇത്രാമത്തെ വയസ്സിൽ എന്ന ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചധികം എക്സ്ട്രാ വേറെ കൊടുത്തൂടെ? അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയും. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കഴിവുള്ള കുട്ടികൾ. ഇന്ന് നമ്മുടെ പല മക്കളും എക്സ്ട്രാ കഴിവുള്ള കുട്ടികളാണ്. ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഏറ്റവും വലിയ പരീക്ഷണമാണ് മാതാപിതാക്കൾക്ക്. ഇന്ന് വിദ്യാഭ്യാസ വിചക്ഷണ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, അവർക്ക് നമ്മൾ സമയം ലാഭിച്ചു കൊടുക്കാം, ഡബിൾ പ്രൊമോഷൻ കൊടുക്കുക, വേഗം ഗ്രേഡുകൾ പാസ്സാക്കി വിടാൻ പറ്റുമോ നോക്കാം. രണ്ടാമത്തേത് അവർക്ക് സപ്ലിമെൻറ്റുകൾ കൊടുക്കുക. അതായത് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എക്സ്ട്രാ പഠിക്കാനും വളരാനുള്ള കഴിവുകൾ കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ മക്കളെ തളർത്താണ് ചെയ്യുന്നത്. മക്കളെ തളർത്താന്ന് പറഞ്ഞാൽ ഒരു പടി കയറിപ്പോവാണെങ്കിൽ നമ്മൾ പിടിച്ച് താഴെ കൊണ്ടുവരുന്നത്. പകരം കയറാൻ പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികളുടെ നല്ല ഗുണങ്ങൾ നമ്മൾ ചിലപ്പം നേരെ തിരിച്ച് തെറ്റിദ്ധരിക്കുകയാണ്. ഒരു കുട്ടി ഇങ്ങനെ എല്ലാം പിടിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നല്ല ബുദ്ധിശക്തിയുള്ളതിൻ്റെ അടയാളമായിരിക്കും അത് തുറന്നു നോക്കിയിട്ടുണ്ടാവുക. ഒരു റിമോട്ട് കാർ കൊടുത്തു, അത് പൊട്ടിച്ചു കളഞ്ഞാൽ സ്ക്രൂ ഊരിക്കളഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് ഒരുപക്ഷെ പഠിക്കാനുള്ള ത്വര അല്ലെങ്കിൽ എക്സ്ട്രാ കഴിവുകൾ ഉള്ളതിൻ്റെ പേരിലായിരിക്കാം നമ്മൾ കുരുത്തക്കേടാണെന്ന് മനസ്സിലാക്കുന്ന പല സംഗതികൾ അവരുന്നുണ്ടാകുന്നത്. അപ്പം അവരുടെ കഴിവ് മനസ്സിലാക്കി ഗിഫ്റ്റഡ് ചിൽഡ്രൻ, കഴിവുള്ള കുട്ടികളാണെങ്കിൽ സമയം ലാഭിക്കാൻ. ഇപ്പം 10 വയസ്സുള്ളൊരു കുട്ടി ടെഡെക്സിൽ പ്രസംഗിക്കുകയും ടെക്നോളജിയെപ്പറ്റി ലോകത്ത് വലിയ ക്ലാസ് എടുക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കഴിവുകൾ കുട്ടികൾക്കുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ പറയാം. അപ്പം കുട്ടികൾക്ക് ദീൻ കൊടുക്കണം, ഈമാൻ കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുറമെ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ് അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും പ്രധാനമായ സംഗതി മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുമ്പം പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നത് വീട്ടിൽ വേണ്ട സ്നേഹവും അതുപോലെ തന്നെ വീട്ടിൽ വേണ്ട കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പോകുമ്പോഴാണ് മക്കൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നത്. उलमाए देवबंद